ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ പുതിയ സബ്ജക്റ്റ് തുടങ്ങുകയാണ്, ഡാറ്റ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഡാറ്റ എന്താണെന്നുള്ളത് ആർക്കും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഡാറ്റ എന്താണ്? ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, അതാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്ട്രക്ചർ, അതായത് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ മെമ്മറി. ഒരു കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഏത് രൂപത്തിലാണ് ഡാറ്റേനെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് അതിപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പ്രത്യേകിച്ചൊരു രൂപം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് ഓരോന്നും കണ്ടിട്ട് പഠിക്കാം. അപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ, കുറച്ച് ടേംസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഡാറ്റ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡാറ്റ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എലമെൻ്ററി ഡാറ്റ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന ടോപ്പിക്കിൽ എന്തൊക്കെ പെടും, അല്ലെങ്കിൽ അതിൽ പെടുന്ന കുറച്ച് കീ ടേംസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഡാറ്റ ആൻഡ് ഡാറ്റ ഐറ്റം. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെഫേഴ്സ് ടു വാല്യൂ ഓർ സെറ്റ് ഓഫ് വാല്യൂസ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വാല്യൂ അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസ്. കുറേ വാല്യൂസിനെ കൂടിയതിനും നമ്മൾ എന്ത് പറയും? ഡാറ്റ എന്ന് പറയും. ദിസ് ഇസ് സിംപ്ലി ദ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓർ സെയിം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുറച്ച് വസ്തുതകൾ അല്ലെങ്കിൽ കുറച്ച് കണക്കുകൾ, അത് ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് ആയിരിക്കാം, നമ്പേഴ്സ്, അങ്ങനത്തെ സ്ട്രിങ്സ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെയാണ്. ഡിഫറെൻ്റ് ആവാം അല്ലെങ്കിൽ സെയിം ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അതാണ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്, അതൊരു ഡാറ്റയാണ്. കുട്ടികളുടെ നെയിം, അതൊരു ഡാറ്റയാണ്. ഈ വർഷത്തെ ബർത്ത് റേറ്റ്, അതൊരു ഡാറ്റയാണ്. അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, കോവിഡ് പോസിറ്റീവ് റേറ്റ് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ എന്താണ്? ഒരു ഡാറ്റയാണ്. പിന്നെ അടുത്തത് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് നമ്മൾ സിയിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഡാറ്റയും എന്ത് ടൈപ്പിലാണുള്ളത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയണം. അപ്പോൾ ഓരോ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എടുത്താലും പല ഡാറ്റേനെയും സ്റ്റോർ ചെയ്യുന്നത് പല പല ടൈപ്പിലായിരിക്കും. പല ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ഡാറ്റ ടൈപ്പ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഐഡൻറ്റിഫൈയിങ് വൺ എമംഗ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഡാറ്റ സച്ച് ആസ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ഇൻറ്റീജർ, ക്യാരക്ടർ ഓർ ബൂളിയൻ. ദിസ് ഡിറ്റർമൈൻസ് ദ പോസിബിൾ വാല്യൂസ് ഫോർ ദാറ്റ് ടൈപ്പ്. ഓക്കെ. അതായത് ആ ടൈപ്പ്, ഇപ്പം ഒരു ഡാറ്റയുടെ ടൈപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് എങ്ങനെയുള്ള ഡാറ്റയാണ്, ഏത് രൂപത്തിലുള്ള ഡാറ്റയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. The operations that can be done on values of that type and the way values of that type can be stored is known as a data type. അതായത് ഒരു ഡാറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിൽട്ട് ഇൻ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെയാണ് എന്ത് പറയുക? പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുക. ദീസ് ആർ ബേസിക് ഡാറ്റ ടൈപ്സ് ദാറ്റ് ആർ പ്രൊവൈഡഡ് ബൈ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിത്ത് ബിൽട്ട് ഇൻ സപ്പോർട്ട്. അതായത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ബിൽട്ട് ഇൻ ആയിട്ട് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുക ചെയ്യാതെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽട്ട് ഇൻ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുക. ഓക്കെ. ദീസ് ഡാറ്റ ടൈപ്സ് ആർ നേറ്റീവ് ടു ലാംഗ്വേജ്. അത് ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള ടൈപ്സ് കുറേ എണ്ണം ഉണ്ടാവും. ദിസ് ഡാറ്റ ടൈപ്പ് ഈസ് സപ്പോർട്ടഡ് ബൈ മെഷീൻ ഡയറക്ട്ലി. മെഷീന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ മെഷീന് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന, മെഷീന് അറിയാവുന്ന ഡാറ്റ ടൈപ്സാണിത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് വേരിയബിൾ. എന്താണ് വേരിയബിൾ? വേരിയബിൾ ഈസ് എ സിംബോളിക് നെയിം ഗിവൺ ടു സം നോൺ ഓർ അൺനോൺ ക്വാണ്ടിറ്റി ഓർ ഇൻഫർമേഷൻ for the purpose of allowing the name to be used independently of the information it represents or making the programmer easy to remember name of the variable throughout the program. ഇത് മുഴുവനും വലിയൊരു സെൻറ്റൻസ് ആണല്ലോ എന്നൊന്നും നോക്കണ്ട. വേരിയബിൾ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്, അത് മനസ്സിലാക്കി വെക്കുക. എന്താണ് വേരിയബിൾ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു അൺനൗൺ ക്വാണ്ടിറ്റിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷന് നമ്മൾ കൊടുക്കുന്ന ഒരു പേരാണ്. ഇറ്റ് ഈസ് എ സിംബോളിക് നെയിം. ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി, ആ ഒരു സ്പെസിഫിക് ഡാറ്റയ്ക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷന് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നു. അതാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. വേരിയബിളിൻ്റെ പർപ്പസ് എന്താണ്?
എന്താണ്, അതായത് എന്താണ്, ഏത് ഇൻഫർമേഷനാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നോക്കാതെ അതിനെ പേരെടുത്ത് വിളിക്കാൻ കഴിയുക. അതായത് ഇപ്പോൾ 10 ആണ് സ്റ്റോർ ചെയ്തതെങ്കിൽ എപ്പോഴും 10 എന്ന് പറയാതെ അതിനൊരു സ്പെസിഫിക് പേര് കൊടുക്കുക, എ, ദെൻ കോൾ ഇറ്റ് ആസ് എ, അങ്ങനെ എ എന്ന് വിളിക്കുക. ഓക്കെ. അല്ലെങ്കിൽ വേറൊരു പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമർ ഈസി ടു റിമെമ്പർ ദ നെയിം. അതായത് പ്രോഗ്രാമിൽ ഉടനീളം എവിടെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കണോ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു വേരിയബിളിന് ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. Okay, a variable name in computer source code is usually associated with a data storage location, and thus also its contents, and these may change during the course of the program execution. അതായത് ഒരു വേരിയബിൾ നെയിം ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എഴുതുന്ന പ്രോഗ്രാമാണ് സോഴ്സ് കോഡ്. ആ സോഴ്സ് കോഡിലുള്ള വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് മെമ്മറി ലൊക്കേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അപ്പം തന്നെ മെമ്മറി ലൊക്കേഷനിലൊരു മെമ്മറി വേർഡ് അവിടെ രജിസ്റ്റർ ആവും, അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്ത് വെക്കും, അലോക്കേറ്റ് ചെയ്ത് വെക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് ലൊക്കേഷൻ, ആൻഡ് ദസ് ഓൾസോ ഇറ്റ്സ് കണ്ടൻസ് ആൻഡ് ദീസ്, അതായത് ആ വേരിയബിൾസോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻസോ അല്ലെങ്കിൽ ഡാറ്റയോ ഒക്കെ എന്ത് ചെയ്യും, ഇറ്റ് മേ ചേഞ്ച് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലത്തെ ഡാറ്റാസൊക്കെ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് റെക്കോർഡ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത സാധനമായിരിക്കും. അതെന്താ, കളക്ഷൻ ഓഫ് ഡാറ്റ ഓർ ഡാറ്റ ഐറ്റംസ് ദോസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ഈസ് നൗൺ ആസ് എ റെക്കോർഡ്. കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ റെക്കോർഡ് എന്താണെന്നുള്ളത് പഠിക്കുക. DBMSൽ പഠിക്കാനുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം റെക്കോർഡ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചറാണ്. ഡാറ്റേനെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പാണ് റെക്കോർഡ്. റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ്. റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റത്തിനെ നമ്മൾ ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു കളക്ഷനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. സപ്പോസ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ്. ഒരു കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ആ കുട്ടിയുടെ പേര്, രജിസ്റ്റർ നമ്പർ, അഡ്രസ്സ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സ്ട്രീമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സാണ് ആ കുട്ടിക്ക് പഠിക്കാനുള്ളത്, ആ സബ്ജക്ട്സിലൊക്കെ കിട്ടിയിട്ടുള്ള സ്കോറ്, ദെൻ ടോട്ടൽ മാർക്സ്, അതിൻ്റെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ആവറേജ് മാർക്സ്, അല്ലെങ്കിൽ എന്താ പറയുക ഗ്രേഡ്. ഇതെല്ലാം ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റഡ് ഡാറ്റാസാണ് അല്ലേ? അങ്ങനെയുള്ള റിലേറ്റഡ് ഡാറ്റാസൊക്കെ ഒന്നിച്ച് സേവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്താ വിളിക്കുക? റെക്കോർഡ് എന്നാണ് വിളിക്കുക. ഓക്കെ. ഡാറ്റാബേസിൽ അത് ഒരു റോ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മളിപ്പോൾ ഒരു എക്സലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സലിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ആവുന്നത്? ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നേരെ അല്ലേ വരുന്നത്, അതായത് ഒരു ആസ് എ റോ അല്ലേ വരുന്നത്. അപ്പോൾ എ റോ ഓഫ് ഡാറ്റ ഐറ്റംസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഈച്ച് അതർ. ഓക്കെ. അത് റോ ആയിട്ട് തന്നെ വേണമെന്നില്ല, പക്ഷെ നോർമലി ഡാറ്റാബേസിൽ SQLലൊക്കെ റോ ആയിട്ടാണ് കിടക്കുന്നത്. റിലേറ്റഡ് ഡാറ്റ ഐറ്റംസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെക്കോർഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. എലമെൻറ്റ്സ് ഓഫ് റെക്കോർഡ്സ് ആർ യൂഷ്വലി കോൾഡ് ഫീൽഡ്സ് ഓർ മെമ്പേഴ്സ്. ഒരു റെക്കോർഡിലത്തെ ഒരു എന്താ പറയുക റോ ഓഫ് ഡാറ്റ. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസിൽ വരുന്ന ഓരോ വാല്യൂസും, സ്റ്റുഡൻറ്റ് നെയിം ഇറ്റ് ഈസ് എ ഫീൽഡ്, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ ഇറ്റ് ഈസ് എ ഫീൽഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോളം, ദെൻ മാർക്സ് ഇറ്റ് ഈസ് എ കോളം, ഗ്രേഡ് കോളം. ഓക്കെ. അതെല്ലാം അതിനൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഓരോ ഡാറ്റേനെയും ഓരോ ഡീറ്റെയിലിനെയും നമ്മൾ എന്താ വിളിക്കുന്നത്? ഫീൽഡ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഫീൽഡ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഓക്കെ. റെക്കോർഡ്സ് ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അറേസ് ബൈ ദ ഫാക്ട് ദാറ്റ് their number of fields is typically fixed. Each field has a name and that each field may or may not have a different type. അതായത് ഈ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാലും റോ ഓഫ് റിലേറ്റഡ് ഡാറ്റയാണ്. അതുപോലെ തന്നെ അറേസ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് കോണ്ടിഗ്യസ് റിലേറ്റഡ് ഡാറ്റ, കോണ്ടിഗ്യസ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റയാണ് അല്ലേ? രണ്ടും റിലേറ്റഡ് ഡാറ്റയുടെ കളക്ഷനാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം? റെക്കോർഡിൻ്റെയും അറേയുടെയും വ്യത്യാസം എന്താണ്? ഏറ്റവും മെയിനായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അറേയിൽ എപ്പോഴും സിമിലർ ഡാറ്റ ടൈപ്പാണ് വേണ്ടത്.
പക്ഷേ റെക്കോർഡിൽ സിമിലർ ഡാറ്റ ടൈപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് ടൈപ്പ് ഓഫ് ഡാറ്റേനെയും നമുക്ക് ഒന്നിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ എന്തായിരുന്നു, നമ്പർ ഓഫ് ഫീൽഡ്സ് ഈസ് ടിപ്പിക്കലി ഫിക്സഡ്. എത്ര ഫീൽഡ് ഉണ്ട് എന്നുള്ളത് ഫിക്സഡ് ആണ്. അതായത് നമ്മൾ അറേയിൽ ചിലപ്പോൾ 50 മെമ്മറി ലൊക്കേഷൻസ് ഒക്കെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് ആകെ 2-3 വാല്യൂസ് സ്റ്റോർ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും, അതിലേക്ക് അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. അതൊക്കെ തന്നെ ഇതിലും പറ്റും. പക്ഷേ ആസ് എ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അത് ഫിക്സഡ് ആണ്. ഓരോ ഫീൽഡിനും നെയിം ഉണ്ട്, അരയിൽ അതില്ല. അരയിൽ ഓരോ ഫീൽഡും എല്ലാറ്റിലും ഒരേ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് സ്പെഷ്യൽ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റെക്കോർഡിൽ എന്തുണ്ട്, ഓരോ ഫീൽഡിനും ഓരോ പേരുണ്ട്. ദെൻ ഈച്ച് ഫീൽഡ് മേ ഓർ മേ നോട്ട് ഹാവ് എ ഡിഫറെൻറ്റ് ടൈപ്പ്. അതാണ് നേരത്തെ പറഞ്ഞത്, സിമിലർ ടൈപ്പ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ആണ് റെക്കോർഡിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഇതിൽ പഠിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് പ്രോഗ്രാം. എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ ഇൻ്റർപ്രറ്റ് ആൻഡ് എക്സിക്യൂട്ട് ഫോർ ദ പ്രോഗ്രാമർ. കുറേ ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻസിന് കമ്പ്യൂട്ടറിനെ ആ ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റണം, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിലെ ഈച്ച് ആൻഡ് എവറി വേർഡ് മനസ്സിലാക്കാൻ പറ്റണം. എന്താണ് ഓരോ ഇൻസ്ട്രക്ഷനും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് എക്സിക്യൂട്ട്, അതിനെ എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം ഫോർ ദ പ്രോഗ്രാമർ. പ്രോഗ്രാം ലീഡ്സ് ടു ഗീവ് ദി ഔട്ട്പുട്ട് ഓഫ് എ കോഡ് റിട്ടൺ ഇൻ ദ പ്രോഗ്രാം. പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു പ്രോഗ്രാമിൽ എഴുതിയിട്ടുള്ള കോഡിൻ്റെ ഔട്ട്പുട്ട് കിട്ടണം. ഔട്ട്പുട്ട് കിട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. ടു അച്ചീവ് ദ കറക്റ്റ് ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം മസ്റ്റ് ബി ഫ്രീ ഓഫ് എറേഴ്സ് ആൻഡ് വാർണിംഗ്സ്. എന്താണ്, കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എറേഴ്സും വാർണിംഗ്സും ഒക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ എറേഴ്സും വാർണിംഗ്സും ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യണം, പ്രോഗ്രാം എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് നിങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ ഐറ്റം എന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്, വേരിയബിൾ എന്താണ്, റെക്കോർഡ് എന്താണ്, പ്രോഗ്രാം എന്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എലമെൻ്ററി ഡാറ്റ ഓർഗനൈസേഷൻ. അതായത് ഡാറ്റയെ പല രീതിയിലേക്കാണ് നമ്മൾ പറയുന്നത്. ഒരു ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഹൗ ദീസ് ഓൾ അല്ലെങ്കിൽ എ ലോട്ട് ഓഫ് ഡാറ്റ ആർ ഓർഗനൈസ്ഡ് ഇൻ ദ മെമ്മറി എന്ന് പറയുന്നത്, അതിനെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എലമെൻ്ററി ഡാറ്റ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത് ഉള്ളൊരു ടോപ്പിക്ക് നമ്മളിവിടെ പറയുന്നത്. ഇതിൽ ആദ്യം തന്നെ ഡാറ്റ അല്ലെങ്കിൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറയും. നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. 2 PPT നിർത്തതായതുകൊണ്ട് റിപ്പീറ്റേഷൻ ഉണ്ടാവും, ഒരേ കാര്യം തന്നെ കേട്ടോ. പിന്നെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്താണെന്നുള്ളത് പറയും, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് പറയും, അതിൻ്റെ കുറച്ച് വിശദമായിട്ട് പറയും. ദെൻ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നുള്ളത് പറയും, അതിൻ്റെ ഓപ്പറേഷൻസും പറയും. ഓപ്പറേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ഡാറ്റ എൻറ്റിറ്റി അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഡാറ്റ റെപ്രസെൻറ്റ്സ് എ സിംഗിൾ വാല്യൂ ഓർ എ സെറ്റ് ഓഫ് വാല്യൂസ് അസൈൻ ടു എൻറ്റിറ്റീസ്. ഓരോ എൻറ്റിറ്റിക്കും, എൻറ്റിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ ആദ്യം നോക്കാം അല്ലേ. ആൻ എൻറ്റിറ്റി ഈസ് എ തിങ് ദാറ്റ് ഹാസ് സം പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ടേക്ക് വാല്യൂസ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തിങ് അല്ലെങ്കിൽ അതൊരു വസ്തുവാണ്. ആ വസ്തുവിന് നമുക്ക് പല പ്രോപ്പർട്ടീസും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഐറ്റമാണ്. അതിന് നമുക്ക് പല പ്രോപ്പർട്ടീസും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. സ്റ്റുഡൻറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എന്താണ്, സ്റ്റുഡൻറ്റിൻ്റെ പേര്, റോൾ നമ്പർ, മാർക്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ് അല്ലേ. ഒരു എന്താ പറയുക, ബിസിനസ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റിക്ക് നമുക്ക് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ഫീൽഡുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് കൊടുക്കാൻ പറ്റും. ആ എംപ്ലോയിക്ക് ഒരു ID ഉണ്ടായിരിക്കും, പേരുണ്ടാവും, ജോയിനിങ് ഡേറ്റ് ഉണ്ടാവും, സാലറി ബേസിക് പേ എത്രയാണെന്നുള്ളതുണ്ടാവും, ഏത് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടാവും, ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടാവും, സെയിൽസ് ആണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആണോ എന്തിലാണെന്നുണ്ടാവും. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ ആ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു തിങ്ങിന്, ഏതെങ്കിലും ഒരു വസ്തുവിന് എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു എൻറ്റിറ്റിയാണ്. ഓക്കെ, അങ്ങനെ ആ എൻറ്റിറ്റിക്ക് കൊടുക്കുന്ന വാല്യൂസാണ് എന്ത്, ഡാറ്റ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ ഒരു എൻറ്റിറ്റിക്കോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനോ കൊടുക്കുന്ന വാല്യൂസ്. ഇപ്പോൾ എംപ്ലോയി നെയിം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. ആ എംപ്ലോയി നെയിമിന് നമ്മളിപ്പോൾ രാജു എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു. ദെൻ രാജു ഈസ് എ ഡാറ്റ.
ഓക്കെ, ഡാറ്റ ഐറ്റം റെഫേഴ്സ് ടു എ സിംഗിൾ ഓർ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് വിത്തിൻ ദ ഡാറ്റ. ഡാറ്റ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ ഡാറ്റ ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഫർമേഷൻ. പ്രോസസ്ഡ് ഓർ മീനിങ് ഫുൾ ഡാറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീനിങ് വരുന്ന ഡാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുക? ഐറ്റം എന്ന് പറയുക. ജസ്റ്റ് ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മീനിങ് ഫുൾ അല്ലേ. പക്ഷേ സാലറി എന്ന് പറഞ്ഞിട്ട് 15,000 റുപ്പീസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു മീനിങ് ഫുൾ ഡാറ്റയായി. ഓക്കെ, അപ്പോൾ അതൊരു ഇൻഫർമേഷനാണ്. ഓക്കെ, ദിസ് ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് സം ആക്ഷൻ. ഈ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡാറ്റ സ്ട്രക്ചേഴ്സ് വിച്ച് ആർ ഡയറക്ട്ലി സപ്പോർട്ടഡ് ബൈ ദ മെഷീൻ. മെഷീനെ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനി ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ ദീസ് ഡാറ്റ ഐറ്റംസ്. ഈ ഡാറ്റ ഐറ്റത്തിൽ നമുക്ക് ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റും. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, ബൂളിയൻ. ഇതൊക്കെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്. നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡു നോട്ട് അലോ എനി സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ടു ബി പെർഫോംഡ് ഓൺ ദ ഡാറ്റ ഐറ്റംസ് ഡയറക്ട്ലി. അതായത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഇൻറ്റീജർ കൂടി നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലോട്ടും കൂടി. പക്ഷേ അറേസും തമ്മിൽ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? രണ്ട് അറേ തമ്മിൽ ഡയറക്റ്റായിട്ട് നമുക്ക് മെഷീനോട് ആഡ് ചെയ്യാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മളതിൽ ഓരോ എലമെൻറ്റും എടുത്തിട്ട് ആഡ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ സ്ട്രക്ചർ ആണെങ്കിലും യൂണിയൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞു കമ്പാരിസൺ ഓഫ് സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ ഡയറക്റ്റ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സപ്പോസ് 2 ക്യാരക്ടർ വാല്യൂസ് ആണെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. ഈക്വൽ ടു ആണോ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു ആണോ എന്നുള്ളത് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് മെഷീനോട് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീന് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഐറ്റംസ് ആണ്, ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഐറ്റംസിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുക. അങ്ങനെ ഡയറക്റ്റ് നമുക്ക് പറഞ്ഞാൽ മെഷീന് മനസ്സിലാവാത്ത ഡാറ്റ ഐറ്റംസാണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ഐറ്റംസ് എന്ന് പറയുക. അതിലാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പും അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പും ഒക്കെ പെടുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അറേ, സ്ട്രക്ചേഴ്സ്, യൂണിയൻസ്, ക്ലാസസ് എക്സെട്ര. ഓക്കെ, ഇനി എന്താണ് ഒരു ഡാറ്റ സ്ട്രക്ചർ? ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ 2 രീതിയിൽ പറയുന്നുണ്ട്. 2 രീതിയിൽ വെച്ചാൽ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. നോക്കുക, എ ഡാറ്റ സ്ട്രക്ചർ ഈസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇഫക്റ്റീവ്ലി. എങ്ങനെ നമുക്കൊരു ഡാറ്റേനെ കമ്പ്യൂട്ടറിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം, എങ്ങനെ നമുക്കൊരു ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കാം, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഫക്റ്റീവ്ലി. അതിനെ എടുത്ത് നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ അതിനെ സ്റ്റോർ ചെയ്യാം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാറ്റ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. വേറൊരു ഡെഫിനിഷൻ നോക്കൂ. എ ഡാറ്റ സ്ട്രക്ചർ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി ഓർ ഈവൺ ഡിസ്ക് സ്റ്റോറേജ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലോ അല്ലെങ്കിൽ ഡിസ്കിലോ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഡാറ്റേനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. എൻ എക്സാമ്പിൾ ഓഫ് സെവറൽ കോമൺ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ അറേസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, ക്യൂസ്, സ്റ്റാക്സ്, ബൈനറി ട്രീസ് ആൻഡ് ഹാഷ് ടേബിൾസ്. ഇതിലെ പലതും നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഈ രീതിയിലൊക്കെ നമുക്ക് ഡാറ്റേനെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അറേസ് ആണ്. നോക്കൂ, വി ക്യാൻ സ്റ്റോർ എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഹാവിങ് ദ സെയിം ഡാറ്റ ടൈപ്പ് യൂസിങ് അറേ ഡാറ്റ സ്ട്രക്ചർ. അറേ ഡാറ്റ സ്ട്രക്ചറിൽ എങ്ങനെയുള്ള ഡാറ്റേനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും? സിമിലർ ഡാറ്റ, സെയിം ടൈപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ഡാറ്റ ടൈപ്പുള്ള ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നോക്കൂ, അപ്പോൾ മെമ്മറിയിൽ കോണ്ടിഗ്യസ് മെമ്മറി ലൊക്കേഷനിൽ അല്ലെങ്കിൽ 1 by 1 ആയിട്ട് നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻസിൽ ഓരോ ഡാറ്റേനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അറേ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ. ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്, ക്യൂ, സ്റ്റാക്സ്, ബൈനറി ട്രീസ് ആൻഡ് ഹാഷ് ടേബിൾസ്. ഇതൊക്കെ പഠിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ അറേ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമാജിനേറ്ററി സിറ്റുവേഷൻ. അതായത് നമ്മൾ അതിനെ ഇമാജിൻ ചെയ്യുകയാണ്, ഇങ്ങനെ നമുക്ക് ഡാറ്റേനെ സ്റ്റോർ ചെയ്യാം, ഇന്ന രീതിയിൽ നമുക്ക് ഡാറ്റേനെ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു 10 ഇൻറ്റീജേഴ്സ് A = 10, B = 20, C = 30 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുക. എവിടെയാണോ ഫ്രീ ആയിട്ടുള്ള ലൊക്കേഷൻ കാണുന്നത് അവിടെ പോയിട്ടാണ് കിടക്കുക.
പക്ഷെ നമുക്കതിനെ അടുത്തടുത്തുള്ള ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനൊരു അറേയായിട്ട് ഡിക്ലെയർ ചെയ്യും. ദെൻ ആ അറേയിലേക്ക് നമ്മൾ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അടുത്തടുത്തുള്ള, ഇപ്പോൾ നമ്മൾ അറേയുടെ സൈസ് 10 ആണ് കൊടുത്തതെങ്കിൽ 10 മെമ്മറി ലൊക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പേസിൽ എവിടെയാണോ ഒഴിവുള്ളത് അവിടെയാണ് ആ നമ്പേഴ്സ് പോയിട്ട് സ്റ്റോർ ചെയ്യുക. നടക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്, മെമ്മറി ലൊക്കേഷനിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും എല്ലാം സെയിം ആണ്. പക്ഷെ നമ്മളിതിനെ എന്താക്കി മാറ്റി, നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് അതിനെ ഒന്നിച്ചുള്ള ഒരു ഏരിയ ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെ നമ്മൾ വരിയായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനെ അറേ എന്ന് പറയുന്നു. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഉള്ളതിനെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻ തന്നെ വേണമെന്ന് വാശി പിടിക്കാതെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ഇവിടെ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ആദ്യം സ്റ്റോർ ചെയ്തതിൽ നിന്ന് രണ്ടാമത് സ്റ്റോർ ചെയ്തതിലേക്ക് ഒരു പോയിൻ്ററിനെ അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത് സ്റ്റോർ ചെയ്തതിൽ നിന്ന് മൂന്നാമത്തെ വാല്യൂവിലേക്ക് ഒരു പോയിൻ്റർ കൊടുത്തു. അപ്പം മെമ്മറി ലൊക്കേഷനിൽ പല ലൊക്കേഷൻസിലാണ് നമ്പേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓരോ എലമെൻറ്റും തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ അതെന്തായി മാറി, ലിങ്ക്ഡ് ലിസ്റ്റായി മാറി. ഓക്കെ, അതിനെ തന്നെ ഒരേ വഴിക്ക്, അതായത് ഫസ്റ്റ് ടു സെക്കൻഡ്, സെക്കൻഡ് ടു തേർഡ്, തേർഡ് ടു ഫോർത്ത് മാത്രമേ കണക്ഷൻ ഉള്ളൂ എങ്കിൽ അത് സിംഗിൾ ലിങ്ക് ലിസ്റ്റും, അതിനെ തിരിച്ച് തേർഡ് ടു സെക്കൻഡും സെക്കൻഡ് ടു 1 അങ്ങനെയുള്ള രീതിയിൽ ബാക്ക്വേർഡ് കണക്ഷനും കൂടി ഉണ്ടെങ്കിൽ ഡബിൾ ലിങ്ക് ലിസ്റ്റായി. അങ്ങനെ പല രീതിയിൽ അതിനെ മാറ്റിമറിച്ചു. ഓക്കെ, ഒരു ട്രീയുടെ ഫോമിലാണ് നമ്മൾ ചെയ്തത് വിചാരിക്കുക. അതായത് ആദ്യം തന്നെ ഒരു ലൊക്കേഷനിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തു. ദെൻ അതിൽ നിന്ന് 2 ലിങ്ക് കൊടുത്തു. 2 ലിങ്കിലേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് 2 നമ്പറിലേക്കും ആ ഒരു നമ്പറിൽ നിന്ന് അടുത്ത ലിങ്ക് കൊടുത്തു. അങ്ങനെ ഒരു ട്രീ രൂപത്തിലാണ് സേവ് ചെയ്തതെങ്കിൽ അത് ബൈനറി ട്രീ ആയിട്ടാണ് സേവ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ പറയുകയാണ്. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത്, എന്ത് ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിലും ചെയ്യുന്നത് മെമ്മറിയിൽ പോയിട്ട് സ്റ്റോർ ആവുകയാണ്. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് മെമ്മറിയിൽ ചെന്ന് സ്റ്റോർ ആവുകയാണ്. ആ സ്റ്റോർ ആവുന്ന രീതിയിലെ വ്യത്യാസം കൊണ്ടാണ് ഓരോ ഡാറ്റ സ്ട്രക്ചറും ഉണ്ടായി വരുന്നത്. ഓക്കെ, ഇനി അൽഗോറിതംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഇപ്പം യൂസ് ടു മാനിപ്പുലേറ്റ് ഡാറ്റ, ഓൾറെഡി മെമ്മറിയിലുള്ള ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ അതിൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അൽഗോറിതംസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സോർട്ടിങ്, സെർച്ചിങ്, അതൊക്കെ നമ്മൾ ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ അറേയിൽ സോർട്ടിങ്ങും സെർച്ചിങ്ങും ഒക്കെ ഉണ്ട് ഇല്ലേ? അതേപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിലും സോർട്ടിങ്ങും സെർച്ചിങ്ങും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പല അൽഗോറിതംസ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഒരു ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഏത് ഡാറ്റ സ്ട്രക്ചർ ആയാലും, ഇപ്പം അറേ ആയാലും ലിങ്ക് ലിസ്റ്റ് ആയാലും ക്യൂസ് ആയാലും സ്റ്റാക്സ് ആയാലും ബൈനറി ട്രീ ആയാലും ഹാഷ് ടേബിൾസ് ആയാലും എന്താണെങ്കിലും അതിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണെന്നറിയോ? ഒരു ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യുക, അതുപോലെ സെർച്ച് ചെയ്യുക, അതുപോലെ സോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഡാറ്റ സ്ട്രക്ചറിലും എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ അറേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് എലമെൻറ്റിലേക്കാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് 5th എലമെൻറ്റ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഫ്ലോ ഇല്ല. അപ്പോൾ 4ാമത്തെ എലമെൻറ്റിൽ നിന്ന് നമുക്ക് നേരെ ഫസ്റ്റ് എലമെൻറ്റിലേക്ക് എത്താൻ വഴിയില്ല. ഓക്കെ, അങ്ങനെ പല റെസ്ട്രിക്ഷൻസും പല ഡാറ്റ ടൈപ്പിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി അതിൽ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിന് യൂസ് ചെയ്യുന്ന കുറേ അൽഗോറിതംസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതൊക്കെ നമ്മൾ ഓരോ ഡാറ്റ സ്ട്രക്ചർ എടുത്തിട്ടും പഠിക്കും. എന്തൊക്കെ ചെയ്യണം? സെർച്ചിങ് എ പെർട്ടിക്കുലർ റെക്കോർഡ്, എന്തെങ്കിലും ഒരു ഐറ്റം സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു അൽഗോരിതം വേണം. ദെൻ സോർട്ടിങ് ദ ഡാറ്റ, തന്നിരിക്കുന്ന ഡാറ്റേനെ ഏത് ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിലും അതിനെ സോർട്ട് ചെയ്യാനുള്ള അൽഗോരിതം വേണം. ദർ ആർ മെനി വേയ്സ് ടു സോർട്ട് ഡാറ്റ. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് വരുന്നുണ്ട്. ദെൻ ഐട്രേറ്റിംഗ് ത്രൂ ഓൾ ഐറ്റംസ് ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ, ഓരോ ഡാറ്റ സ്ട്രക്ചറിലും ഉള്ള എല്ലാ ഐറ്റത്തിൽ കൂടെയും പാസ് ചെയ്ത് പോവുക. നമ്മൾ എല്ലാ ഐറ്റവും എല്ലാ ഡാറ്റ എലമെൻസും വിസിറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐട്രേറ്റിംഗ് ത്രൂ ഓൾ ഡാറ്റ ഐറ്റംസ് എന്ന് പറയുന്നത്. അതിനെ തന്നെ വിളിക്കുന്ന ഒരു പേരാണ് ട്രാവേഴ്സിങ്. Okay, visiting each item in turn so as to display it or perform some other actions on the items. അതായത് ഓരോ ഐറ്റവും വിസിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒന്നുകിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഓരോ ഡാറ്റ ഐറ്റത്തിലും എന്തെങ്കിലും ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് പല ടൈപ്പ് ഉണ്ട്.
ഓക്കെ, എന്തൊക്കെ ടൈപ്പ് ഉണ്ടായിരിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറും നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറും ഒരു ടൈപ്പ് ഓഫ് ഡിവിഷൻ ആണെന്ന് പറഞ്ഞു. ഈ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ഡാറ്റ ടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞു ഇൻറ്റീജർ, ഫ്ലോട്ട്, ക്യാരക്ടറിസ്റ്റിക്സ്, ക്യാരക്ടർ, ദെൻ സ്ട്രിങ്, അങ്ങനെയുള്ള സ്ട്രിങ് അല്ല, ഇൻറ്റീജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, ഡബിൾ, ഇതൊക്കെ എന്താണ്? പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ്. ഇനി അടുത്തത് വരുന്നതാണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ പിന്നെയും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഡിവിഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്കത് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ വിശദമായിട്ട് ഒന്നും കൂടി നോൺ പ്രിമിറ്റീവും അതിൻ്റെ ബാക്കിയുള്ളതും എല്ലാം നമുക്ക് നോക്കാം.